മോഷൻ ഇൻ എ പ്ലെയിൻ. സോ ഈ ഒരു ചാപ്റ്ററിൽ കീം 2025 എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. സോ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇതിൽ കീ കൺസെപ്റ്റാണ് സ്കേലാർ ആൻഡ് വെക്ടർ. സ്കേലാർ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളതും വെക്ടർ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളതാണ്. പിന്നെ പ്രോജക്ടൈൽ മോഷനാണ്. പ്രോജക്ടൈൽ മോഷൻ എന്ന് പറയുമ്പോൾ പാരബോളിക് ട്രാജക്ടറി ആയിരിക്കും അതിൻ്റെ പാത്ത് പറയുന്നത്. അതിന് വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് 0 ആയിരിക്കും. ഓക്കെ, പിന്നെ അതിൻ്റെ ഇക്വേഷൻ ഓഫ് പാരബോളിക് പ്രൊജക്ടൈൽ മോഷനാണ് y ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് gx²/2u² cos² ആയിരിക്കും. ഓക്കെ, അതിന് സിമ്മട്രി എന്ന് പറയുന്നത് ടൈം ടു റീച്ച് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ടൈം ടു ഡിസെൻഡ് തന്നെ ആയിരിക്കും. പിന്നെ അതിൻ്റെ പാത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇതാ പാരബോളിക് പാത്ത് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. ഇതാണ് പാരബോളിക് പാത്ത് എന്ന് പറയുന്നത്, ഇങ്ങനെ കണ്ടോ. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ സെയിം ഫോർ ആംഗിൾ തീറ്റ ആൻഡ് 90 - തീറ്റ ആയിരിക്കും. ഓക്കെ, അതായത് 30 ഡിഗ്രിയിലും 60 ഡിഗ്രിയിലും അതിൻ്റെ റേഞ്ച് സെയിം ആയിരിക്കും. പിന്നെ സർക്കുലാർ മോഷൻ, യൂണിഫോം സർക്കുലാർ മോഷൻ ഉണ്ട്. കോൺസ്റ്റൻറ്റ് സ്പീഡ് ബട്ട് ചേഞ്ചിങ് വെലോസിറ്റി ആയിരിക്കും. അവിടെ ഉണ്ടാകുന്ന സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ AC = v²/r ആയിരിക്കും. ഇനി ആംഗുലാർ വേരിയബിൾസ് ആണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ, വെലോസിറ്റി ഒമേഗ, ആക്സിലറേഷൻ ആൽഫ ആയിരിക്കും. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ, എക്സാമ്പിൾ ടെൻഷൻ ഇൻ എ സ്ട്രിങ്, ഫ്രിക്ഷൻ ഫോർ എ കാർ ടേണിംഗ്. പിന്നെ ബാങ്കിങ് ഓഫ് റോഡിൻ്റെ ഇക്വേഷനാണ് ടാൻ തീറ്റ = v²/rg, തീറ്റ = ബാങ്കിങ് ആംഗിൾ ആയിരിക്കും. സോ ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആണ് ഒന്ന് ഇത്, പിന്നെ ഒന്ന് ടാൻ തീറ്റ = v²/rg, പിന്നെ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇത് y = എക്സ് ടാൻ തീറ്റ മൈനസ് gx²/2u² cos². ഓക്കെ, ഇനി റിലേറ്റീവ് മോഷൻ ഇൻ 2D. റിലേറ്റീവ് വെലോസിറ്റി VAB = VA - VB ആയിരിക്കും. അത് നമ്മൾ മോഷനിന് സ്ട്രേറ്റ് ലൈനിലും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് T = 2u sin θ/g ആയിരിക്കും. u ഇനീഷ്യൽ വെലോസിറ്റി ആണ്. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് h ആണ്. u² sin² θ/2g ആയിരിക്കും. ആൻഡ് മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് u² sin 2θ/g ആയിരിക്കും. ഹൊറിസോണ്ടൽ വെലോസിറ്റി Vx = u cos θ, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് വെർട്ടിക്കൽ വെലോസിറ്റി Vy = u sin θ - gt ആയിരിക്കും. പിന്നെ സർക്കുലാർ മോഷൻ ആണെങ്കിൽ ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് r⍵. ലീനിയർ വെലോസിറ്റി = ആംഗുലാർ വെലോസിറ്റി ആവും. ഓക്കെ, ഇനി സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആണ് AC, v²/r ആയിരിക്കും, അല്ലെങ്കിൽ r⍵² എന്ന് എഴുതാം. സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് FC, mv²/r അല്ലെങ്കിൽ mr⍵² എന്ന് എഴുതാം. ആംഗുലാർ വെലോസിറ്റി അത് ഫ്രീക്വൻസി ആണ് F എന്ന് പറയുന്നത്, ω = 2πf. അപ്പോൾ ഒമേഗ കിട്ടിയാൽ നമുക്ക് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കിട്ടും, വെലോസിറ്റി കിട്ടും, സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടും. ഇനി ഫ്രീക്വൻസി അറിയാം. ഇനി റിലേറ്റീവ് മോഷൻ നേരത്തെ പറഞ്ഞ പോലെ VA - VB ചെയ്താൽ മതി. ഇനി ഗ്രാഫിക്കൽ അനാലിസിസ് ആണ്. പ്രൊജക്ടൈൽ മോഷൻ്റെ ഗ്രാഫിക്കൽ ചോദിച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഇക്വേഷൻ വെച്ചിട്ട് y = എക്സ് ടാൻ തീറ്റ മൈനസ് gx²/2u² cos² വെക്കുക. വെലോസിറ്റി കമ്പോണൻറ്റ് ഹൊറിസോണ്ടലും Vx = u cos θയും വെർട്ടിക്കൽ കമ്പോണൻറ്റ് u sin θ - gt കൊടുക്കും. സർക്കുലാർ മോഷൻ ആകുമ്പോൾ അവിടുത്തെ ഗ്രാഫ് പാരബോള ആയിരിക്കും കേട്ടോ, കണ്ടോ. ഇനി സർക്കുലാർ മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ആയിരിക്കും, ഒരു സൈനസോയിഡൽ കർവ് ആയിരിക്കും. സൈനസോയിഡൽ കർവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. വെലോസിറ്റി ടൈം ഗ്രാഫ്, സർക്കുലാർ മോഷൻ ഹാസ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ബട്ട് ചേഞ്ചിങ് വെലോസിറ്റി വിത്ത് ടൈം. ഇനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. എ പ്രൊജക്ടൈൽ is fired at 30 degree with a velocity 40 m/s. ഇറ്റ്സ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ 2u sin θ/g ആയിരിക്കും. 2 അറിയാം, 2 ഉണ്ട്. u എന്താ, ഇനീഷ്യൽ വെലോസിറ്റി 40 തന്നിട്ടുണ്ട്, ആംഗിൾ 30 തന്നിട്ടുണ്ട്, g 9.8 എന്നറിയാം. ഇക്വേഷനിലിട്ട് ആൻസർ കിട്ടും. ഇനി car moves in a circular path of radius 50 meter at a 10 meter per second. Its centripetal acceleration is.
സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വി സ്ക്വയർ ബൈ ആർ ആണ്. വി എത്രയാണ്? 10 തന്നിട്ടുണ്ട്. 10 സ്ക്വയർ എത്രയാണ്? 100 ആണ്. അതിൻ്റെ റേഡിയസ് 50 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. ഇനി 2 particles A and B have a velocity 10 meter per second east and 15 meter per second north. The relative velocity of A with respect to B. Relative velocity A minus VA minus VB എന്നറിയാം. അപ്പോൾ 10I minus 15J. ഒരാൾ ഈസ്റ്റിലും ഒരാൾ നോർത്തിലാണെങ്കിൽ നമുക്ക് 10I minus 15J എന്നിടാം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √10 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഏകദേശം √ ഇത്ര എന്ന് എഴുതിയാലും ഉണ്ടാവും. ഓക്കെ, ഏകദേശം നമുക്ക് റൗണ്ട് ചെയ്തിട്ടെങ്കിലും ആൻസർ എഴുതാം. ഇനി ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ എ പ്രൊജക്ടൈൽ ഇസ് 20 meter. ഇഫ് ഇറ്റ്സ് റേഞ്ച് ഇസ് 40 meter, ദ ലോഞ്ച് ആംഗിൾ ഇസ്. സോ ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. H is equal to U square sin square theta by 2G ആണ്. അത് 20 ആണ് തന്നിട്ടുണ്ട്. ആറ് എന്ന് പറഞ്ഞാൽ U square sin 2 theta by G എന്ന് പറയുന്നത് 40 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആംഗിളാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് H/R ചെയ്യാം. ഹൈറ്റ് ബൈ റേഞ്ച് ചെയ്താൽ നമുക്ക് തീറ്റ കിട്ടും, ടാൻ തീറ്റ കിട്ടും. ടാൻ തീറ്റ വെച്ചാൽ നമുക്ക് തീറ്റ കിട്ടും. ഓക്കെ, ഇനി എ പ്രൊജക്ടൈൽ ഇസ് ഫയർഡ് അറ്റ് 60 degree വിത്ത് എ വെലോസിറ്റി 20 meter per second. ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ U square by sin 2 theta by G ആയിരിക്കും. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റേഞ്ച് കിട്ടും. ഈ ഹൊറിസോണ്ടൽ റേഞ്ച്, പിന്നെ മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഒക്കെ ഇക്വേഷൻസ് നന്നായിട്ട് ഓർമ്മ ഉണ്ടാക്കണം. അത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി തന്നെ പഠിക്കണം കേട്ടോ. പിന്നെ അടുത്തത് കാർ മൂവ്സ് ഓൺ എ സർക്കുലർ ട്രാക്ക് ഓഫ് റേഡിയസ് 100 അറ്റ് 10 meter per second. ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർ 500 kilogram കാർ ഇസ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mv²/r ആണ്. മാസ് അറിയാം, ആക്സലറേഷൻ മാസ് അറിയാം, വെലോസിറ്റി അറിയാം, റേഡിയസ് അറിയാമെങ്കിൽ നമുക്ക് ഫോഴ്സ് അറിയാം. 2 particles A 5 meter per second east and B 12 meter per second north move. The relative velocity of A with respect to B. സോ ഒരാൾ 5 meter ഈസ്റ്റിലും ഒരാൾ 12 meter നോർത്തിലും ആണെങ്കിൽ IJ കൊടുത്തിട്ട് എഴുതാം. 5I minus 12J കൊടുക്കാം. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √5 square plus 12 square, ദാറ്റ് ഇസ് 13 ആയിരിക്കും. ദെൻ മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ ഇസ് 25% ഓഫ് ഇറ്റ്സ് റേഞ്ച്. ദ ലോഞ്ച് ആംഗിൾ ഇസ്, അതായത് H is equal to R/4 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് U square sin square theta by 2G/4 എന്ന് എഴുതാം. അതായത് 1/4 ഇൻറ്റു U square sin 2 theta by G എന്ന് കിട്ടും. അല്ല, H is equal to U square sin square theta by 2G ആണ് H. അത് ഈക്വൽ ടു 1/4 ഇൻറ്റു U square sin 2 theta by G എഴുതാം. അപ്പോൾ tan theta 1 കിട്ടും. അപ്പോൾ തീറ്റ 45. ഓക്കെ, ഇനി ഇതിൽ ക്വിക്ക് പ്രോബ്ലം സോൾവിങ് ടിപ്സ് ആണ്. ഒന്ന്, പ്രൊജക്ടൈൽ മോഷൻ്റെ മാക്സിമം റേഞ്ച് യൂസ് തീറ്റ 45 ഡിഗ്രി കൊടുക്കുക. അപ്പം R max എന്ന് പറയുന്നത് U²/G കിട്ടും. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് VY0 കൊടുക്കുക. ഇനി സർക്കുലർ മോഷൻ ആണെങ്കിൽ കൺവേർട്ട് യൂണിറ്റ്സ് ഓഫ് RPM ടു റേഡിയസ്, റേഡിയയിലോട്ട് മാറ്റണം. RPM മാറ്റിയിട്ട് അപ്പം 1 RPM ഈക്വൽ ടു 2π/60 റേഡിയ ആയിരിക്കും. ഇനി ഫോർ കോണിക്കൽ പെൻഡുലം T cos theta ഈക്വൽ ടു mg, T sin theta ഈക്വൽ ടു mv²/r ആയിരിക്കും. പിന്നെ റിലേറ്റീവ് മോഷൻ ഓഫ് റെയിൻ ഉണ്ട്. ട്രൂ വെലോസിറ്റി ഓഫ് റെയിൻ VR ഈക്വൽ ടു യൂഷ്വലി വെർട്ടിക്കൽ ആയിരിക്കും. പിന്നെ ഒബ്സർവേഴ്സ് വെലോസിറ്റി VM ആണ്, അത് ഹൊറിസോണ്ടൽ ആയിരിക്കും. അപ്പാരൻറ്റ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ഒബ്സർവർ എന്ന് പറയുന്നത് VRM ഇസ് ഈക്വൽ ടു VR മൈനസ് VM ചെയ്താൽ മതി. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √VR² പ്ലസ് VM² ആയിരിക്കും. ഇതിന് ഡയറക്ഷൻ ആംഗിൾ വിത്ത് വെർട്ടിക്കൽ ടാൻ തീറ്റ ഈക്വൽ ടു VM/VR ആയിരിക്കും. ഇനി ഇതിൽ റിമെമ്പർ ചെയ്യേണ്ട സാധനങ്ങൾ, മാൻ സ്റ്റേഷനറി ആണെങ്കിൽ VM ഈക്വൽ ടു 0 ആയിരിക്കും. റെയിൻ അപ്പിയേഴ്സ് ടു ഫാൾ വെർട്ടിക്കലി. ഇനി മാൻ മൂവിങ് വിത്ത് VM ആണെങ്കിൽ റെയിൻ അപ്പിയേഴ്സ് ടു ഫാൾ അറ്റ് ആൻ ആംഗിൾ. പിന്നെ അംബ്രല്ല ആംഗിൾ ആണെങ്കിൽ ടിൽറ്റ് അംബ്രല്ല ഓപ്പോസിറ്റ് ടു ദി റെയിൻ ഡയറക്ഷൻ. റെയിൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റിലോട്ട് അംബ്രല്ലനെ ടിൽറ്റ് ചെയ്യണം. ഇനി പ്രോബ്ലം സോൾവിങ് ടിപ്സാണ്. ഒന്ന്, ഡ്രോ ഡയഗ്രാംസ്. ഇപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഡയഗ്രാം വരച്ചിട്ട് തന്നെ പഠിക്കുക. സൈൻ കൺവെൻഷൻസ് നോക്കണം. പിന്നെ അംബ്രല്ല ടിൽറ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് VM ഡയറക്ഷൻ ആയിരിക്കണം.
പിന്നെ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ഒന്ന് പ്രൊജക്ടൈൽ മോഷൻ്റെ ഇതെടുത്തിൽ കൺഫ്യൂസിങ് ടൈം ഓഫ് ഫ്ലൈറ്റ് വിത്ത് ടൈം ടു മാക്സിമം ഹൈറ്റ് ആയിരിക്കും. ടി എന്ന് പറയുന്നത് 2t മാക്സ് ആണ്. സർക്കുലാർ മോഷനിൽ ഫോർഗെറ്റിംഗ് സെൻട്രിപിറ്റൽ ഫോഴ്സസ് നെറ്റ് ഫോഴ്സ് നോട്ട് ആൻ അഡീഷണൽ ഫോഴ്സ്. പിന്നെ വെക്ടേഴ്സ് ഇഗ്നോർ ഡയറക്ഷൻസ് ഇൻ റിലേറ്റീവ് വെലോസിറ്റി കാൽക്കുലേഷൻ. റിലേറ്റീവ് വെലോസിറ്റിയിൽ ഡയറക്ഷൻസ് മാറിപ്പോകരുത്, സൈൻ വെച്ചിട്ട് തന്നെ ചെയ്യണം. നന്നായിട്ട് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യണം. ഈ റിലേറ്റീവ് വെലോസിറ്റീൻ്റെ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യണം, അത് കൂടുതലും ചോദിക്കാറുണ്ട്. പിന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, അതുപോലെ മാക്സിമം ഹൈറ്റിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്യണം. നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.